നമസ്കാരം. ഞാൻ മൊയ്തീൻ ഷാ വിഷന് എല്ലാവർക്കും സ്വാഗതം. ബഹുമാനി, വളരെ ശ്രദ്ധാപൂർവം കേൾക്കേണ്ട ഒരു വിഷയമാണ്, വളരെ ആഴത്തിൽ പഠിക്കേണ്ട വിഷയമാണ്. AKG സെൻട്രൽ റിസർച്ച് വിങ്ങിൻ്റെ റിസൾട്ടാണ്. അതല്ലാതെ CPM സംബന്ധിച്ച് മറ്റു മാർഗം ഇല്ല കേരളത്തിൽ. അതുകൊണ്ട് ആ തീരുമാനം എടുക്കുന്ന CPM കുറിച്ച് കുറ്റപ്പെടുത്തുകയോ അല്ലെങ്കിൽ അവക്കുമായി പെരുമാറിയിട്ട് കാര്യമില്ല. അവർക്ക് ചെയ്യാതൊരു വഴിയുള്ളൂ. ആ കാര്യം വേറെ ഒന്നുമല്ല. ഏതാണ്ട് 40% വരുന്ന മുസ്ലിങ്ങൾ കേരളത്തിൽ, അതിൽ 10% കമ്മ്യൂണിസ്റ്റ് അനുഭാവികൾ ആയിരുന്നു. അത് ഈ കഴിഞ്ഞ പ്രാവശ്യം M എന്ന് പറയുന്ന മുഹമ്മദ്, ആ മുഹമ്മദിനെ സംഘ് പരിവാർ വിലക്കെടുത്തു. ആ മുഹമ്മദ് അവസാനം M എന്ന സന്യാസി വര്യനായി. ആ സന്യാസി വര്യൻ നമ്മുടെ പിണറായി സഖാവിനെ വിലക്കെടുത്തു എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ കൈവശപ്പെടുത്തി. അത് ആ സാഹചര്യം ഉണ്ടാക്കി. പിണറായി സഖാവിന് അത് ചെയ്യാൻ പറ്റാവുന്നത്. അങ്ങനെ 4 ഏക്കർ സ്ഥലം അവിടെ കണ്ണായ സ്ഥലം കൊടുക്കുകയും അതിനുശേഷം ലഹളയൊന്നും ഉണ്ടായിട്ടില്ല. നല്ല കാര്യം. ആരെ കൊല്ലുന്നതും നമുക്ക് സന്തോഷമുള്ള കാര്യമല്ല. എല്ലാവരും ജീവനും ഒരുപോലെയാണ്. അതിനൊരു പോയിന്റ് കൂടിയുണ്ട്. ഇവർ തന്നെയാണ് ആ പോയിന്റ് സഖാക്കളെ പറഞ്ഞ് മനസ്സിലാക്കിയത്. വെച്ചാൽ 40% വരുന്ന കേരളത്തിലെ മുസ്ലിങ്ങളുടെ 10% കമ്മ്യൂണിസ്റ്റ് അനുഭാവികൾ വോട്ട് കിട്ടുന്നതാണ്. അത് കഴിഞ്ഞ 2 ടേമിന് മുൻപായിട്ട് അറബിക് സർവകലാശാല തുടങ്ങാൻ വേണ്ടി ശ്രമിച്ചു. സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് പറഞ്ഞു. വാലി മുമ്പൂട്ടി അതിന് രൂപരേഖ ഉണ്ടാക്കി. അതിനുശേഷം വന്ന ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റും ഈ കുഞ്ഞാക്കായും ആ സമുദായത്തെ പറ്റിക്ക് വഞ്ചിക്ക് കളിയാക്കുകയും അവഹേളനം ചെയ്തതിൻ്റെ ഫലമായി മുസ്ലിം സമുദായത്തിൽ, പ്രത്യേകിച്ച് മലബാർ മുസ്ലിങ്ങളിൽ നിന്ന് ഒരു 2% LDF അനുകൂലമായി. ആ 2% LDF അനുകൂലതിൻ്റെ പേരിലാണ്. കാരണം നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും അല്ലെങ്കിൽ മുസ്ലിം ലീഗുകാരും കാര്യം മനസ്സിലാക്കണം. കേരളത്തിൽ 60ഓളം സീറ്റുകൾ ജയിക്കുന്ന 500-2000 നടക്കാണ്. 60ഓളം സീറ്റുകൾ ജയിക്കുന്നത്. ഇപ്പോൾ നമ്മൾ CFPയുടെ ഒക്കെ നേതാക്കൾ മനസ്സിലാക്കാൻ പറ്റും. തെറ്റായിട്ട് നിങ്ങൾ വിളിച്ചു പറയാം, നമുക്ക് ഇത് സംസാരിക്കാം. 60ഓളം സീറ്റ് ജയിക്കുന്നത് 500 മുതൽ 2000 പേര് വോട്ട് വരിക. അപ്പോൾ 2% മാറിക്കഴിഞ്ഞാൽ എത്ര ഒരു 1.5 ലക്ഷം വോട്ടെന്ന് വിചാരിക്കുക. അതിൽ 80% വോട്ട് തരുമ്പോൾ 1,20,000. അതിൽ 2% തന്നെ 25,000 വരും. 2,500 വരും. 2,500 വോട്ട് വെച്ച് മാറിക്കഴിഞ്ഞാൽ 500ഉം 2,000 ഇടയ്ക്ക് ജയിക്കുന്ന മണ്ഡലങ്ങളിൽ. അങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് 99 സീറ്റ് കിട്ടിയത്. ഇപ്പം 98ആയി. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ വളർന്നിട്ടില്ല. അങ്ങനെ അധികാരം കിട്ടിയ 2 ടേം കഴിഞ്ഞ് രണ്ടാമത്തെ ടേൺ ആയപ്പോൾ ഏതാണ്ട് 5 വർഷം, 2020 21 26 21 രണ്ടാമത്തെ ഇലക്ഷൻ. അതിന് മുമ്പ് 20 M ആയിട്ട് സഖ്യം ഉണ്ടായതൊക്കെ. അപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിയും RSS തമ്മിൽ, സംഘപരിവാർ തമ്മിലുള്ള ഒരു ലഹള വേണ്ടെന്നും പരസ്പരം കൊല്ലരുതെന്നും പറഞ്ഞ് ധാരണയെത്തി. നല്ല കാര്യം, അതിൽ ഒരു സംശയമില്ല. അതിന് അവരുടെ കമ്മ്യൂണിസ്റ്റുമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത കാര്യം എന്നറിയും. 40% മുസ്ലിങ്ങൾ, അതിൽ 10% കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ആ ബാക്കി 30% N ബ്ലോക്ക് LDFന് അല്ലെങ്കിൽ UDFന് വോട്ട് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് അവിടുന്ന് ഒരു വോട്ട് കിട്ടൂല. പിന്നെ കിട്ടൂല എന്ന് പറഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണമെന്ന് അവർ പറഞ്ഞില്ല. അപ്പോഴാണ് AKG സെൻട്രൽ റിസർച്ച് വിങ് പറഞ്ഞത്. അവർ നോക്കുമ്പോൾ ശരിയാണ്. കാരണം BJP ഗവൺമെൻറ് വരാതിരിക്കാൻ വേണ്ടി, അത് നല്ലൊരു സ്വഭാവം ഞാൻ പറയുന്നില്ല, ഞങ്ങളുടെ ഗ്രൂപ്പും പറയുന്നില്ല, പക്ഷേ മുസ്ലിങ്ങൾ മൊത്തത്തിൽ കാണുന്നത് അങ്ങനെയാണ്. കാരണം ഈ ഒരു മെമ്പർ പോലും ഇല്ല, മന്ത്രിയിലൊന്നുമില്ല, അങ്ങനെയാണല്ലോ നിൽക്കുന്നത്. പരസ്പരം അങ്ങനെ ഭയത്തിൻ്റെ പേരിൽ അടുക്കുന്നില്ല, അങ്ങോട്ടും അടുക്കില്ല ഇങ്ങോട്ടും അടുക്കുന്നില്ല. അങ്ങനെ വരുമ്പോൾ പിന്നെ ക്രിസ്ത്യൻ സമുദായമാണെങ്കിൽ ഇപ്പോൾ അന്തോണി മാറിയെങ്കിലും രാഹുൽ ഗാന്ധി എന്ന കത്തോലിക്കൻ അനുഭാവികളുടെ ആള് നേതായി നിൽക്കുക. ക്രിസ്ത്യൻ സമുദായത്തിൽ ഒരു താല്പര്യം അന്ന് സോണിയാഗാന്ധി ഉള്ളതുപോലെ ഇപ്പോൾ പ്രിയങ്കയോടും പിന്നെ വധേരയോടും പിന്നീട് രാഹുലിനോടും ഉണ്ട്. അതുള്ള ജാതകം ഇപ്പോൾ കാസർഗോഡ് കന്യാകുമാരിൽ അച്ഛന്മാരെ പണിയറ കൊടുത്തതൊക്കെ. അങ്ങനെ നിൽക്കുമ്പോൾ ക്രിസ്ത്യാനിന്ന് കൂടുതൽ വോട്ട് കിട്ടാൻ സാധ്യതയില്ല. പിന്നെ ഈഴവന്മാർ 23% ഈഴവന്മാരിൽ 80% കമ്മ്യൂണിസ്റ്റ് അനുഭാവികൾ. ഇപ്പോൾ ഇതാണ് 90% ആകാൻ പോകുന്നത്. അതിനാണ് വെള്ളാപ്പള്ളി ഒന്നുകൂടി എടുത്തിരിക്കുന്നത്. അപ്പോൾ എന്താ ചെയ്യുക? 50% വരുന്ന
പണ്ട് 53 കുറഞ്ഞ് 50% വരുന്നത് ഹിന്ദുക്കളുടെ വോട്ട് കിട്ടിയാൽ മാത്രമേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അധികാരത്തിടാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. പക്ഷെ അവിടെ കളി എന്താ വെച്ചാൽ ഈ ഒരു നാഴി മറ്റു നാഴിൽ ഇറങ്ങില്ല എന്ന് പിന്നെ BJP പരമാവധി ഹിന്ദു സമുദായത്തെ വോട്ടാണ് പിടിക്കാൻ നോക്കുന്നത്. കാരണം ക്രിസ്ത്യാനികളിൽ നിന്ന് വളരെ കൊച്ച കിട്ടുള്ളൂ, മുസ്ലിം കിട്ടുകയില്ല. ഇപ്പം ആ കാർഡ് കളിക്കുന്നത്, ഹിന്ദു കാർഡ് കളിക്കുന്നത്, ഒന്ന് ഹിന്ദുത്വ കാർഡാണ് BJP കളിക്കുന്നത്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഹിന്ദു കാർഡ് കളിക്കുന്നു. അപ്പോൾ ഈ രണ്ട് കൂട്ടുകൾ പിടിക്കുമ്പോൾ അതിൽ ഏതിൽ ഒരു കൂട്ടം ജയിക്കുള്ളൂ, രണ്ട് കൂട്ടം ജയിക്കില്ല. ഒരു വടംവലി എന്നാൽ രണ്ട് കൂട്ടം ജയിക്കില്ല, ഒരാൾ ജയിക്കുള്ളൂ, അല്ലെങ്കിൽ സമാസമം. പക്ഷെ അത് സാധാരണ വടംവലി കുറവാണ്, സമയമല്ല. അങ്ങനെ വരുമ്പോൾ ഈ 2026 അസംബ്ലി ഇലക്ഷന് ശേഷം കേരളത്തിൽ ഒന്നുകിൽ BJP നിലനിൽക്കും, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് നിൽക്കും. രണ്ടും നിലനിൽക്കുന്ന പ്രശ്നമില്ല. കാരണം അത്ര കണ്ട് മത്സരമുണ്ട്. അത് കാരണം അതാണ്. അതല്ല വേറെ വഴിയില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി വേറെ മാർഗമില്ല. അതിൻ്റെ മുന്നോട്ട് പാലത്തായി കേസെടുത്ത് നോക്ക്. ഇത് സഖാക്കൾ എന്ന് പറഞ്ഞ് ചന്ദ്രദാസോട്ടുണ്ടല്ലോ, അന്ന് വളരെ മോശമായിട്ടാണ്. അതായത് ആ പാലത്തെ കേസ് ആ ഇരക്ക് അനുകൂലമായിട്ടാണ് അവർ പറഞ്ഞത്. 2001 2001 പിന്നെ ഇവർ നല്ല സഖ്യം ഉണ്ടായത്, ആ സംഘപരിവാറായിട്ട്. അതിനുശേഷം മൊത്തത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്ലേറ്റ് മാറ്റിയോടി അയാളും മാറ്റി. ഇത്തപ്പോൾ ഞങ്ങൾ അങ്ങനെ പറഞ്ഞില്ലേ എന്നാണ് ഇന്നിപ്പോൾ ആരോ അനുകൂലം പറഞ്ഞത്. അതല്ല റഹീം, DYSP റഹീമൊക്കെ ഇടപെട്ടിട്ട കാര്യമൊക്കെ ഞങ്ങൾ മനഃശാസ്ത്ര ഗ്രൂപ്പാണ്, ഞങ്ങളത് പുറത്ത് പറയുന്നില്ല. കാരണം വെച്ചാൽ അതൊക്കെ എന്തിനാ ഇപ്പോൾ പറയുന്നത്, കുറച്ച് കഴിഞ്ഞിട്ട് തന്നെ മനസ്സിലാകട്ടെ. അങ്ങനെയാണ് സംഘപരിവാർ അനുഭവമായിട്ട് ഇപ്പം നിൽക്കേണ്ടി വരുന്നത്. അല്ലാതെ കമ്മ്യൂണിസ്റ്റുകാർ സംഘികളായിട്ടോ അല്ലെങ്കിൽ RSS ഇട്ടോ അല്ല. പക്ഷെ അവർക്ക് വേറെ നിൽക്കുകളില്ലാത്തവർ അങ്ങനെ നിൽക്കുകയാണ്. ഇത് മനസ്സിലാക്കാതെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കുറ്റപ്പെട്ട് കാര്യമുണ്ടോ? ഒരാവശ്യമില്ല. അപ്പം ഞങ്ങൾ അന്ന് പറഞ്ഞെന്തറിയോ, ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേൾക്കാൻ വേണ്ടി പറയണം, ഇടതുപക്ഷത്തോ ഞങ്ങൾക്ക് യാതൊരു ഇഷ്ടക്കുറവും എറുപ്പോ ഇല്ല, UDF പ്രത്യേക ഒരു താല്പര്യമില്ല. പിന്നെ എന്താ സംഭവം എന്ന് വെച്ചാൽ ഈ 40% മുസ്ലിങ്ങൾ, ഞാൻ എൻ്റെ അഭിപ്രായമല്ല പറഞ്ഞത്, എൻ്റെ ഗ്രൂപ്പിൻ്റെ അഭിപ്രായം പറഞ്ഞത്. പക്ഷേ അത് മുസ്ലിങ്ങളുടെ അഭിപ്രായമാണ്, അല്ല ഞങ്ങളുടെ വ്യക്തിപരമായിട്ട് അഭിപ്രായമില്ല. അതുകൊണ്ട് അവരുടെ അഭിപ്രായം പറഞ്ഞത്. ഞങ്ങളെ സംബന്ധിച്ച് BJP അതേത് വരുമില്ലെന്നോ അല്ലെങ്കിൽ വരാൻ സാധ്യത ഞങ്ങൾ ചിന്തിക്കുക, അങ്ങനെ ചിന്തിക്കുക ഞങ്ങൾ. പക്ഷേ മുസ്ലിങ്ങളെ സംബന്ധിച്ച് BJP വരാതിരിക്കാൻ നോക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോഴെന്താ ചെയ്യുക? കമ്മ്യൂണിസ്റ്റ് പാർട്ടി വോട്ട് ചെയ്താൽ UDF തോൽക്കും. UDF തോറ്റു കഴിഞ്ഞാൽ പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജയിക്കും. അതോടുകൂടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ലാതെയും പശ്ചിമ ബംഗാളിൽ ത്രിപുര പോലെ. അത് ഒഴിവാക്കാൻ വേണ്ടിയാണ്, LDF നിലനിർത്താൻ വേണ്ടിയാണ് UDF ജയിപ്പിക്കണം എന്നുള്ള ശ്രമത്തിൽ പോകുന്നത്. അത് വലിയൊരു ടാസ്ക്കാണ്, 2 ടാസ്ക്കാണ്. അതിനുവേണ്ടി ഞങ്ങൾ ശ്രമിക്കുക. അങ്ങനെയാണ്. അതാണ് മുസ്ലിം സമുദായത്തിലെ 90% ചിന്തിക്കും, 97% ചിന്തിക്കുക തന്നെയാണ്. പക്ഷേ അതിൽ ചില അവസ്ഥ ഏതാണ്, ചില ഉപവിഭാഗം അല്ലെങ്കിൽ ചില അടിയൊഴുക്കൊക്കെ ഉണ്ട്. അതും ഞാൻ പറയാം. അതല്ലാതെ കമ്മ്യൂണിസ്റ്റ് വിരോധം കൊണ്ടൊന്നുമല്ല. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് വിരോധം മോശമാണ്, കോൺഗ്രസ് നല്ലതാണ്, യാതൊന്നും അർത്ഥമല്ല. ഇന്നത്തെ ഇന്ത്യ കേരളം ഭരിക്കുന്ന 3 മുന്നണിയും ഒന്നിനൊന്ന് മോശമാണ്. ഒരു മുന്നണി നല്ലതൊന്നും പറയാൻ പറ്റില്ല. കോൺഗ്രസ് ആണെങ്കിൽ അത്ര നല്ലതൊന്നും പറയാൻ പറ്റില്ല. കമ്മ്യൂണിസ്റ്റും അല്ല, BJP അപ്പുറത്തല്ല. ഇത്ര ആരോപണങ്ങൾ, കൊലപാതകം, ആത്മഹത്യ, അങ്ങനെ അഴിമതി, കൊന്നു എല്ലാം ചെയ്യണം. ഇതാണ് അവസ്ഥ. പക്ഷെ എന്ന് വിചാരിച്ച് കോൺഗ്രസ്സുകാർക്കൊരു ധാരണയുണ്ട്, മുസ്ലിങ്ങൾ ഇപ്പോൾ 97% നിരീശ്വരവാദിയായ അല്ലെങ്കിൽ തീവ്ര കമ്മ്യൂണിസ്റ്റായ 3% പേരാണ് LDF വോട്ട് ചെയ്യുള്ളൂ. ബാക്കി 97% UDF വോട്ട് ചെയ്തോളും. അപ്പോൾ അവർ ഞാൻ തല്ലിയില്ലെങ്കിൽ അവരെ തല്ലുമായിരുന്നു എന്ന് പറഞ്ഞ് ഒരു കോടതിയിൽ സാക്ഷി പറയാണ്. അപ്പോൾ സാക്ഷിയുടെ 2 കക്ഷികൾ, ഒരു കക്ഷി പറയാണ്, അപ്പോൾ ഞാൻ അവന് തല്ലിയില്ലെങ്കിൽ അവൻ എന്നെ തല്ലുമായിരുന്നു, അതുകൊണ്ട് ഞാൻ മുൻകൂർ തല്ലിയെന്ന്. നിങ്ങൾക്ക് മനസ്സിലായി പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ അവനെ തല്ലിയില്ലെങ്കിൽ അവൻ എന്നെ തല്ലുമായിരുന്നു, അതുകൊണ്ട് ഞാൻ മുൻകൂർ തല്ലിയതാണ് കോടതി പറയുന്നത്. ആ പ്രതി അതിൽ UDF സതീഷിനൊക്കെ ഒരു ആഗ്രഹമുണ്ട്. അത് 97% മുസ്ലിങ്ങളും UDF വോട്ട് ചെയ്യും, ഭരണം ഉറപ്പാണ് എന്നുണ്ട്. അത് സത്യമാണ്. പക്ഷേ UDF കോൺഗ്രസ് കാണിക്കുന്ന അതിൽ ചില പോരായ്മകൾ വൃത്തിയായിട്ടുണ്ട്. അതുപോലെ ജനസംഖ്യയ്ക്ക് ആനുപാതികമായിട്ട് ഈ സമുദായത്തിന് മറ്റെല്ലാവർക്കും കൊടുക്കുന്ന പോലെ ഈ സമുദായ സ്ഥാനമാനങ്ങൾ കൊടുക്കണമെന്ന് പറഞ്ഞ് ഈ ലിസ്റ്റ് ഇന്നിപ്പോൾ 3 മണിക്ക് എല്ലാം ക്ലോസ് ചെയ്ത് ലിസ്റ്റ് വന്നതിൽ നമ്മൾ അന്ന് പറഞ്ഞ പോലെ കാര്യങ്ങൾ മുഴുവനും നടപ്പിലായിട്ടില്ല. ഞങ്ങൾ മുസ്ലിം സമുദായത്തിനാണ് പെട്ടെന്ന് നോക്കിയത്. മറ്റു സമുദായം നോക്കും, നാളെ മറ്റാൾ നോക്കും. അപ്പം അതുകൊണ്ട് കോൺഗ്രസ് വാക്ക് പാലിക്കാത്തതിലേക്ക് ചില നീക്കൂക്കും അടിയൊഴുക്കും വരാം.
അത് എത്രത്തോളം വരുമെന്ന് പറയാനും പറ്റില്ല. അങ്ങനെ ചില സംഭവവികാസങ്ങളൊക്കെ ഉണ്ട്. കോൺഗ്രസ് ഒരിക്കലും ശരിയാവുന്ന ലക്ഷണമല്ല. ഇപ്പൊ ശിവകുമാർ കർണാടക, ആകെ ദക്ഷിണേന്ത്യയിൽ ആന്ധ്ര ഏതാണ്ട് കോൺഗ്രസിന്റെ അവിടെ ചില തീരുമാനം വരും. കർണാടക ശിവകുമാർ മുഖ്യമന്ത്രിയാക്കാൻ പറഞ്ഞ് ശ്രമിക്കുകയാണ്. ആക്കിയില്ലെങ്കിൽ ഒരു പക്ഷെ പിളറിയോ അല്ലെങ്കിൽ ആ മന്ത്രിസഭ പൂജ്യം. അവിടെ രാഹുൽ ഗാന്ധി പദയാത്ര കൊണ്ട് അല്ല അവിടെ ഗുണം ചെയ്ത്. അങ്ങനെ പിന്നെ പദയാത്ര നടത്തി വലിയ ആളാണല്ലോ. പിന്നെ മോഡി വന്ന് എത്രയോ പദയാത്ര നടത്തി, എന്നിട്ട് വോട്ട് കിട്ടില്ലോ. അവിടെ ശിവകുമാരും സിദ്ധാരാമയ്യയും അതുപോലെ കോൺഗ്രസ്സുകാരും ചെയ്ത് ചില കാര്യം ശരി തന്നെയാണ്. പക്ഷെ അതിനുപരി പ്ലസ് 100 കണക്കിന് എൻജോയ്സ് അറിയാലോ, നോൺ ഗവൺമെന്റ് ഓഫീസേഴ്സ് അതായത് ഗവൺമെന്റ് അല്ലാത്ത സംഘടന പുറത്തുള്ളത്, അവർ ആയിരക്കണക്കിന് അങ്ങനെയുള്ള സംഘടനകൾ ലക്ഷക്കണക്കിന് ആൾക്കാരെ വോട്ടിൽ ചേർക്കുകയും വോട്ട് ചെയ്യാൻ സഹായിക്കുകയും അതുകൊണ്ട് ആ 2-3 വർഷം കൊണ്ട് വളരെയധികം അനുകൂലം കോൺഗ്രസ്. അത് കോൺഗ്രസ് ചെയ്യാൻ വേണ്ടിയല്ല, BJP അത്ര കണ്ട് മോശമായി. കണ്ടാലോ ഓരോ അഴിമതി കേസൊക്കെ മനസ്സിലായില്ലേ. പക്ഷെ അവരൊന്നും യാതൊരു വ്യക്തി താല്പര്യമോ അല്ലെങ്കിൽ സമുദായ താല്പര്യം ഒന്നുമില്ല, വെറും രാജ്യ നന്മ മാത്രം. അതുകൊണ്ട് കൂടിയാണ് കർണാടകത്തിൽ കിട്ടിയത്. ഇപ്പം അതൊന്നും ഇല്ല. അതൊക്കെ ഭരണം കിട്ടുപിടിച്ച് അവരൊക്കെ ന്യൂട്രലായി. ഇനി ഒരു ഇലക്ഷൻ ഇങ്ങനെ വരുമെന്നും അറിയാൻ പറ്റില്ല. അപ്പം അപ്പോഴും കോൺഗ്രസിൻ്റെ കേന്ദ്ര നേതൃത്വത്തിൻ്റെ കഴിവേട് കൊണ്ട് ഒരു ആജ്ഞാ പവർ ഇല്ലാത്തതുകൊണ്ട് കർണാടക ഇപ്പോൾ പ്രശ്നമാവും. പിന്നെ എങ്ങനെ നിങ്ങൾ രക്ഷപ്പെടുമെന്ന് പറയുന്നത് കോൺഗ്രസ് സംബന്ധിച്ച് ചോദിക്കുന്നത്. ഈ രാഹുൽ ഗാന്ധി, നിങ്ങൾക്ക് ഇത്രയും ആജ്ഞാ പവർ ഇല്ലാത്ത ഒരാൾ, ഇത്രയും ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തത്, നമുക്ക് ശക്തമായ ബാക്ക്ഗ്രൗണ്ട് വേണ്ടേ? നിങ്ങൾക്ക് എന്ത് ബാക്ക്ഗ്രൗണ്ട് ഉള്ളത്? നിങ്ങൾ ആൾക്കൂട്ട് നടത്തി ആരോ പണം മോടിക്ക് വന്ന് പോകുന്നല്ലാതെ ആരും എഴുതി കൂടി വായിക്കുന്നല്ലാതെ എന്താണ്? അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, 541 സീറ്റുള്ള ഇന്ത്യൻ പാർലമെന്റിലേക്ക് ഈ മുസ്ലിം ലീഗിന്റെ കാലിൻ്റെ അടിയിൽ വന്ന് ജയിക്കില്ലായിരുന്നു. നിങ്ങൾക്ക് അറിയില്ല പൊളിറ്റിക്സ്, നിങ്ങൾക്കറിയില്ല, കോൺഗ്രസ് അറിയില്ല. കോൺഗ്രസിൽ ഏതെങ്കിലും ഒരു നേതാവ് രാഷ്ട്രമീമാംസ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ വയനാട്ടിൽ മത്സരിക്കില്ല. അവിടെ നിങ്ങൾ തെറ്റിച്ച് അടിസ്ഥാനമായിട്ട് തെറ്റിച്ച് കഴിഞ്ഞ് നിങ്ങൾ അൺഫിറ്റാണെന്ന് നിങ്ങൾ രേഖാവും തെളിയിച്ചു. അത് നിങ്ങൾക്ക് ശേഷം പ്രിയങ്ക വന്നു, നോക്കൂ എന്ത് സുഖമായിപ്പോയി. ഞാൻ പറയാം, 2 പാൽ കൊണ്ട് അച്ഛൻ കടയിൽ കൊടുക്കും, നേരെ ഒരു പൈസ കിട്ടില്ല. ഒരു ദിവസം അച്ഛൻ സുഖമില്ലാത്തതുകൊണ്ട് മകൻ്റെ കയ്യിൽ കൊടുത്തുവിട്ട് 2 കുപ്പി പാൽ കൊടുത്തുവിട്ട് പോകുന്ന വഴിക്ക് ഒരാൾ കാണിച്ച് അത് വില കൊടുത്ത് മുൻകൂർ കാശ് കിട്ടി. ആ കാശ് കൊണ്ട് നേരത്തെ വീട്ടിൽ ഇപ്പോൾ പയ്യൻ പറഞ്ഞു, അച്ഛൻ പോയി എന്നും കാശ് കിട്ടില്ല, എനിക്കിത് കാശ് കിട്ടിയതെന്ന് കാണിച്ച്. അപ്പോൾ അച്ഛൻ ആരോട് ഒരു പാൻറ് കിട്ടിയ ആളെ വന്നത് ഒന്നോനെ ചച്ചിയുടെ അത് ഫുഡ് ഇൻസ്പെക്ടർ ആയിരുന്നു, പിന്നെ ഹെൽത്ത് ഇൻസ്പെക്ടർ ആയിരുന്നു. പാല് ചിക്കാൻ പിടിച്ചാണ്, വെള്ളമൊക്കെ വെച്ചാണ് അപകടം. അതുപോലെ ഈസിയായിട്ട് ജയിച്ചു പോയി. ഞാൻ പറഞ്ഞ കോൺഗ്രസിന്റെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ പക്വതയും പാകതയില്ലാത്ത മണ്ടത്തരത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണം, ലളിതമായ ഉദാഹരണമാണ്. ഞാൻ എന്തുകൊണ്ടാണ് ഇത്ര വികാരമായിട്ടുള്ളത്? ഞാൻ കോൺഗ്രസ് സ്നേഹിക്കുന്നു, ഇന്ത്യയെ സ്നേഹിക്കുന്നു, 90% വരുന്ന പിന്നോക്കത്തിൽ ന്യൂനപക്ഷങ്ങൾ സ്നേഹിക്കുന്നു. മുന്നോക്ക വിഭാഗത്തോട് യാതൊരു ഇഷ്ടക്കുറവില്ല, നമുക്ക് ആരോടും എതിർപ്പില്ല. നമുക്ക് എതിർപ്പുള്ള പ്രശ്നാധിഷ്ഠിതമാണ്. അവിടെ ആരോട് സംഘപരിവാറിനോ പോലും നമുക്ക് എതിരില്ല. ഞാൻ പറഞ്ഞല്ലോ, കേരളത്തിൽ പ്രസ്ഥാനം പറഞ്ഞ ഒന്നുകിൽ സംഘവിരോധം അല്ലെങ്കിൽ ലീഗ് വിരോധം, ഇത് രണ്ടും ഞങ്ങൾക്കില്ല. ഞങ്ങൾക്ക് വിരോധമുള്ളത് പ്രശ്നാധിഷ്ഠമാണ്. ഒരു വിഷയം വന്നാൽ ആ വിഷയത്തിൽ അവരെന്ത് തീരുമാനിക്കുന്നു അത് നോക്കിയാണ് ശരിയും തെറ്റ് തീരുമാനിക്കുന്നത്, അല്ലാതെ മുൻകൂർ ഞങ്ങൾക്കില്ല. പക്ഷെ കോൺഗ്രസ് മനസ്സിലാക്കിയില്ല, അതിന് അപകടം എന്താണെന്ന് മനസ്സിലായില്ല. ഇപ്പോഴത്തെ വെള്ളം കുടിച്ച കാര്യമുണ്ടോ? അത് ശേഷം നടന്ന എവിടെ കിട്ടിയെന്ന് പറഞ്ഞത്? ഏതെല്ലാം സ്റ്റേറ്റ് പോയി, അതിൽ തട്ടിപ്പും കൃത്രിമൊക്കെ ഉണ്ട്, അതിലൊന്നും ഒരു സംശയം പറഞ്ഞില്ല. പക്ഷെ അതിന് വേണ്ടത്ര പ്രാധാന്യം രാഹുൽ ഗാന്ധി കൊടുത്തില്ല, രാഹുൽ ഗാന്ധി കോൺഗ്രസ് കൊടുത്തില്ലെന്ന് പറയാൻ കാരണം, ആ റിട്ടയർഡ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് 85 വയസ്സുള്ള ആള് ഈ ഇലക്ഷൻ EVM കുറിച്ച് സമരം നടത്തി ദിവസങ്ങളോളം, ലക്ഷങ്ങൾ പങ്കെടുത്ത്. അന്ന് ഈ നേതാക്കൾ അത് പോയതല്ല, തിരിഞ്ഞു നോക്കിയില്ല, അവരുടെ കൂടിയും ശക്തമില്ല. അങ്ങനെ ഇലക്ഷൻ കമ്മീഷൻ EVM നിരോധിക്കണ്ടില്ലേ, അത് തിരിഞ്ഞു നോക്കിയില്ല. അതെന്തോ നമ്മുടെ കാര്യം. ഇപ്പോൾ നിലവിളിച്ച കാര്യമല്ലോ, ഇലക്ഷൻ കഴിഞ്ഞാൽ ഉടനെ പറയും ഇലക്ഷൻ കമ്മീഷൻ കുറ്റപ്പാടുന്നത്. അത് ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷമല്ല പറയേണ്ടത്. വെള്ളം ഒഴുകിപ്പോയതിന് ശേഷം അണ കെട്ടിയിട്ട് കാര്യമുണ്ടോ? വെള്ളം ഒഴുകുന്ന മുമ്പ് കെട്ടി നിർത്തണം. അപ്പോൾ ഇലക്ഷൻ മുമ്പ് ഇതിൽ പ്രശ്നം പരിഹരിച്ചിട്ടേ ഇലക്ഷൻ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ അവസാനം ഒരു നിലവിളി കഴുതക്കാമ കഴിഞ്ഞ നിലവിളിച്ചൊരു വല്ല കാര്യമുണ്ടോ? നിങ്ങൾ സുപ്രീം കോടതി പോയിക്കോ. കോടതി ഇപ്പോൾ നമുക്കറിയാലോ, ഇന്ത്യയിലെ കോടതി, നീതിന്യായ കോടതി വെച്ചാൽ അറിയാലോ, വൈകി ഉദിക്കാത്ത ബുദ്ധി മണ്ടത്ത് തുല്യമാണ്. അതുപോലെ വൈകിയിരിക്കുന്ന നീതിയോട് തുല്യമാണ്. അതൊക്കെ ലോകതത്വമാണ്. അത് തെറ്റാന്ന് വെച്ചാൽ ലോകതത്വമാണ്, വേൾഡ് ഫിലോസഫിയാണ്.
അപ്പം അങ്ങനെയാണ് അത്. പക്ഷെ അവർക്ക് മനസ്സിലാകുന്നില്ല. അങ്ങനെ മത്സരിച്ചു ഇലക്ഷൻ കമ്മീഷൻ ഒന്നും ചെയ്തില്ലൊന്നുമില്ല. ഇപ്പോൾ നിലവിളിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഇപ്പം ബീഹാറിലെ അവസ്ഥ എന്താണ്? ഇപ്പം കേരളത്തിൽ നടക്കാൻ പോകുന്നതാണ്. ഇതിപ്പോൾ കർണാടകയിലെ അവസ്ഥ, പിന്നെ പശ്ചിമ ബംഗാളിൽ ഇലക്ഷൻ വരും. അവിടെ പിന്നെ മമതയ്ക്കും വിഷയങ്ങളുണ്ടാവും. കാരണം ഇതൊരു ഇലക്ഷൻ കമ്മീഷനിലല്ല, പൗരത്വ ബില്ലിൻ്റെ ആരംഭത്തിൻ്റെ അവസാനമാണത് തുടങ്ങിക്കഴിഞ്ഞത്. നിങ്ങൾ ധരിക്കാൻ കൂടുതൽ ആഴത്തിൽ ആ വിഷയമുണ്ട് ഇന്ത്യയിൽ. അത് പലതും വരികൾക്കൂടെ നിങ്ങൾ മനസ്സിലാക്കില്ല, എല്ലാമെന്നും പറയാൻ പറ്റില്ല. ഇപ്പം തന്നെ എൻ്റെ ഒരു 1-2 വിഷയത്തെക്കുറിച്ച് ഉന്നത ലെവലിൽ നിന്ന് അറിയിപ്പ് വന്നത് ക്യാൻസൽ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് 1 മാസത്തിൽ ക്യാൻസൽ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അറിയിപ്പ് വന്നു. ക്യാൻസൽ ചെയ്തിട്ട് നമ്മളെ നോക്കിയപ്പോൾ അത് വലിയ തെറ്റില്ല. അത് ഇതാണ് വിഷയം. നമ്മുടെ മുനമ്പം ഇതേക്കുറിച്ച് കോടതി വിധിയെക്കുറിച്ച് ഒരു കാര്യം സൂചിപ്പിച്ചു. കോടതിയുടെ എല്ലാ ബഹുമാനം നമ്മൾ കണക്കാക്കി തന്നെ പറഞ്ഞത്. അത് ഒരു ചെറിയ ഗ്രാമറ്റിക് മിസ്റ്റേക്ക് അല്ലേന്ന് സൂചിപ്പിച്ചു. അതുകൊണ്ടായിരിക്കുന്നറിയില്ല അങ്ങനെ പറഞ്ഞു. അതിൽ നമ്മളതിനല്ല, കോടതിക്കൊന്നും നമ്മൾ എതിര് നിൽക്കുന്നില്ല. കോടതിക്ക് മാത്രമല്ല, ആർക്കും ഞങ്ങൾ എതിര് നിൽക്കുന്നില്ല. ഞങ്ങൾ ലക്ഷ്യം എതിർപ്പല്ല. അതുകൊണ്ട് അത് പറഞ്ഞില്ല. അങ്ങനെ അത് പറയുമ്പോൾ ലിമിറ്റുണ്ട്. അപ്പോൾ കോൺഗ്രസ് അത് മനസ്സിലായില്ല. ഇലക്ഷൻ കമ്മീഷൻ്റെ കേസ് നടത്തിയപ്പോൾ, സമരം നടത്തിയപ്പോൾ അതിനെ അനുകൂലിച്ചില്ല. മറ്റൊന്ന്, വയനാട് നിന്ന് മത്സരിക്കാൻ പറ്റില്ല. വയനാട് സ്ഥാനാർത്ഥി നിർണയത്തിൽ 53 സ്ഥാനാർത്ഥികൾ എന്ന് വെച്ചാൽ 2 സ്ഥാനാർത്ഥിയാണ് മുസ്ലിം കൊടുത്തിരുന്നത് മൊത്തത്തിൽ. അത് ഓരോ സ്ഥലത്തും കോൺഗ്രസ് നിങ്ങൾ എവിടെ വെള്ളം കോരിയിട്ട് നിങ്ങളെടുക്കുക? എന്ത് കണ്ട നിങ്ങൾ പറയുന്നത് ഈ സമുദായത്തെ വെറുപ്പിക്കുന്നത്? എടോ, 20% വരെ മുസ്ലിം സമുദായത്തെ മാറ്റി നിർത്തിക്കൊണ്ട് ഇന്ത്യയിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ ഏതെങ്കിലും പാർട്ടി സാധിക്കുമോ? ഇപ്പം BJP കിടന്ന് ഞെളിയ വിജയം എന്താ? ഈ 20% സപ്പോർട്ട് ചെയ്യാത്തതുകൊണ്ടാണ്. ഈ 20%-ൽ 10% മുസ്ലിങ്ങൾ സംഘപരിവാറിനെ സപ്പോർട്ട് ചെയ്താൽ അവരെല്ലാ പ്രശ്നം തീർന്നു. മുസ്ലിങ്ങൾ പ്രശ്നം തീരും. കാരണം മുസ്ലിങ്ങളെ സംബന്ധിച്ച് മുഖ്യ ശത്രുവാണ് RSS എന്നും ധാരണ അവർക്കില്ല. അത് ഇവിടെ രാഷ്ട്രീയ പാർട്ടി പറഞ്ഞതാണ്. അതുപോലെ മുസ്ലിങ്ങളുടെ മുഖ്യ ശത്രു RSS മുഖ്യ ശത്രു മുസ്ലിങ്ങളല്ല. പക്ഷെ അത് പറയാൻ പറ്റുള്ളൂ. അല്ലാതെ ഹിന്ദുക്കൾ ഞങ്ങൾ മുഖ്യ ശത്രു പറയാൻ പറ്റുമോ? RSS ഇല്ല. ക്രിസ്ത്യാനി പറയാൻ പറ്റുമോ? അത് 2% ഉള്ളൂ. പിന്നെ ഉള്ളത് 20% മുസ്ലിങ്ങൾ പറയണം. അങ്ങനെ ഒരു ശത്രുവിനെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് നമുക്ക് മുന്നോട്ട് വിജയിക്കുള്ളൂ യുദ്ധത്തിലും. അങ്ങനെയാണ് മുസ്ലിം ശത്രുവായത്. അല്ല, മുസ്ലിം വാസ്തവത്തിൽ BJPയുടെ ശത്രുക്കളല്ല. അത് അവർക്കും അറിയാം. ഒരു സംഘം ഒരുപാട് സംസാരിച്ചല്ലോ, ഒരു ക്രിസ്ത്യൻ രാഷ്ട്രത്തിൽ നിന്നും ഇന്ത്യ ഒരു മുസ്ലിം രാഷ്ട്രവും ഇന്ത്യ ആക്രമിക്കാൻ പറ്റില്ല. ഒരു പാകിസ്ഥാൻ, അത് അയൽവക്ക രാജ്യം തമ്മിൽ, അതിപ്പോൾ എത്ര ഏതായാലും കൂട്ടുകുടുംബം പോലെയാണല്ലോ. അത് ഒരു കണക്കാക്കേണ്ട. അത് മാറ്റി നിർത്തിയാൽ വേറെ ഒരു രാജ്യത്തു നിന്നും ഇന്ത്യ ആക്രമിക്കാൻ തന്നാവില്ല, വരാൻ സാധ്യതയില്ല. പക്ഷേ ക്രിസ്ത്യൻ രാഷ്ട്രങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അത് സംഘം ഒരുപാട് മനസ്സിലാകുന്നുണ്ട്, ആയിട്ടുണ്ട്. അതൊക്കെയാണ് അവസ്ഥയെങ്കിൽ കോൺഗ്രസ്സിന് ഇപ്പോഴത് മനസ്സിലായില്ല എന്താ സംഭവിച്ചുള്ളത്. ആ നിലക്ക് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, 20% വരുന്ന മുസ്ലിം സമുദായത്തെ ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പ്രതിപക്ഷ പാർട്ടി തീരെ അവഹേളിക്കണം. എടോ, മുസ്ലിം സമുദായമേ, നിങ്ങൾ എന്താണ് ഇതിനെ പ്രതികരിക്കാത്തത്? മറ്റ് സമുദായത്തിൽ, ക്രിസ്ത്യൻ സമുദായത്തിലും മറ്റേ ദളിത് സമുദായത്തിൽ പ്രതികരിക്കാൻ അവർക്ക് കഴിവുള്ള ശക്തിയുള്ളൂ. നിങ്ങളുടെ ശക്തി എവിടെ പോയി? നിങ്ങളുടെ പവർ എവിടെ പോയി? നിങ്ങൾ എത്ര മോശക്കാരാണോ? നിങ്ങളെന്ത് സംഘപരിവാറിൻ്റെ കാര്യം പറയുമ്പോൾ നിങ്ങൾ ആകെ ഭയവിഹുലരാണോ? അങ്ങനെ സംഘപരിവാർ മനുഷ്യർ തിന്നുന്ന ആൾക്കാരാണോ? അവർക്ക് അംബേദ്കറിസം വന്നതിന് ശേഷം 90% വരുന്ന പിന്നോക്ക ദളിത് ന്യൂനപക്ഷങ്ങൾ ഒരുമിച്ച് നിന്നാൽ സംഘപരിവാറില്ല ഈ ഇവിടുത്തെ 10% സവർണ വിഭാഗത്തിന് വലിയ പ്രതിസന്ധി തന്നെയാണ്. അതിന് മെയിൻ കാരണം സപ്പോർട്ട് തന്നെ 20% മുസ്ലിങ്ങളാണ്. അവരിൽ കുറച്ച് പൈസയും ആളുള്ളൂ, ബാക്കി ദളിതരെ പൈസയില്ല. മറ്റു പലരും അങ്ങനെ കുറച്ചല്ലേ. അപ്പോൾ അവർ ശത്രു കണ്ടുവേണമെങ്കിൽ അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ, എങ്കിൽ പിന്നോക്ക ഹിന്ദുക്കളെ കൂടെ നിർത്താൻ പറ്റുള്ളൂ. അതൊക്കെ അവരുടെ ടെക്നിക്കാണ്, അത് കുറ്റം പറയാൻ പറ്റില്ല. നമ്മൾ കക്കമല് വിജയിക്കുന്നില്ലേ. സംഘപരിവാരം അല്ലെങ്കിൽ മുന്നോക്ക സമുദായം കാണിക്കുന്ന അവർ നിലനിൽപ്പിന് പ്രശ്നമാണ്. അല്ലാതെ മുസ്ലിങ്ങളാണ് അവർ മുഖ്യ ശത്രു എന്ന് ഒരു ധാരണ അവരില്ല, മനസ്സിലില്ല. ഇതിന് മനഃശാസ്ത്രം പേര് പുറത്തുങ്ങൾക്ക് എന്തും പറയാം, മനഃശാസ്ത്രം തെറ്റല്ല. പക്ഷെ അവർക്ക് ഇപ്പോഴത്തെ നിങ്ങൾ ആലോചിച്ച് നോക്കും, 20% മുസ്ലിങ്ങളിൽ 10,000 വോട്ട് പോലും BJP കൊടുക്കുന്നില്ല. പിന്നെ അവർക്ക് എന്ത് ചെയ്യും? അവർ ശത്രുവായി കാണണ്ടേ? ഞാൻ ബുദ്ധിയുള്ള മുസ്ലിം സമുദായത്തിലെ ആൾക്കാർ, ആരെങ്കിലും ഒരാൾക്ക് ബുദ്ധി ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഞങ്ങളിപ്പോൾ ചിന്തിക്കുന്ന 10 ആൾ ഇന്ത്യയിൽ മുസ്ലിങ്ങൾ ഉണ്ടെങ്കിൽ, നിങ്ങൾ ധൈര്യമായിട്ടും സംഘപരിവാറിന് ഒരു 10% മുസ്ലിങ്ങളിൽ സപ്പോർട്ട് ചെയ്തിട്ട് കാര്യം പറയണം. എന്താണ്?
ഞങ്ങൾ 20% ഇവിടെ ഇന്ത്യയിലുള്ളത്. ഞങ്ങൾ 20% ആനുപാതികമായുള്ള ആനുകൂല്യം തന്നാൽ ഞങ്ങൾ ഞങ്ങളുടെ പാടയെ നോക്കാം, നിങ്ങൾ കഴിക്കുമോ, അപ്പോൾ നിങ്ങൾ 8% അല്ലേ എന്ന് പറഞ്ഞ് ധാരണ എത്തിയാൽ ഇപ്പോൾ 2% ഇവിടെ ക്രിസ്ത്യൻ സമുദായം പിന്നെ മോഡിജിയും അമിത്ഷായും മുന്നിൽ കണ്ടുകൊണ്ടല്ലേ അവർ ഇത്ര അഹങ്കാരം ധിക്കാരം പറഞ്ഞത്. ഈ വെള്ളാപ്പള്ളി കാണുന്ന തന്നെയല്ലേ, അല്ലെങ്കിൽ 40% മുസ്ലിങ്ങൾ പറയുമോ? അവർക്കെല്ലാം അവർ കഴിവ് ഉപയോഗിക്കാം, തെറ്റായിട്ട് ശരിയാട്ടെ, പക്ഷെ മുസ്ലിം സമുദായത്തെ ഉപയോഗിക്കാൻ സമ്മതിക്കില്ല. അയ്യോ അത് പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു, കോൺഗ്രസ് പറഞ്ഞു 20% വരുന്ന മുസ്ലിം സമുദായത്തെ ഒഴിവാക്കിക്കൊണ്ട് നിങ്ങൾക്ക് മുന്നേറ്റമുണ്ടാക്കാൻ സാധിക്കില്ലെന്ന്. ഈ മണ്ടെന്നറിയോ രാഹുൽ ഗാന്ധി പ്രിയങ്കയ്ക്ക് മനസ്സിലായിട്ടില്ല, ഗാർഗയ്ക്ക് മനസ്സിലാവില്ല, ഗാർഗ പ്രായം എന്ത് മനസ്സിലാക്കാനാ? കാരണം അതാണ് തോൽവി പറ്റുന്നത്. പക്ഷെ ഇപ്പോഴും പറയുന്നില്ല അത് ഞങ്ങൾക്ക് ചെയ്തോളും. 20% ദളിതുള്ളത് ഇന്ത്യയിൽ. അതിൽ 12 അവർക്ക് 20% റിസർവേഷനുണ്ട്. 120 MP-മാരുണ്ട്. മുസ്ലിം സമുദായത്തിൽ 22 ഡെസായി കുറഞ്ഞില്ലേ? കോൺഗ്രസ് അവരെ എന്ത് സപ്പോർട്ട് ചെയ്യുന്നു? ഒരു 3ാമത് 5ാമത് 10ാമതൊരു നേതാവ് നിങ്ങൾക്ക് ഈ രാഹുൽ ഗാന്ധി പ്രിയങ്കയ്ക്ക് വന്നതിന് ശേഷം 10ാം സ്ഥാനത്ത് മുസ്ലിം നേതാവിനെ വെച്ചിട്ടുണ്ടോ? ഒരു പേര് കേൾക്കാനിടോ? ഇതൊക്കെ എത്ര പറയായിരിക്കും? അല്ലെങ്കിൽ ഞങ്ങൾ തല്ലിക്കൊല്ലണം. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അമുസ്ലിം സമുദായത്തോട് പറയാണ്, മൊയ്തീൻ ഷാ 50 വർഷം എങ്ങനെ അത് തന്നെ യാതൊരു മാറ്റം വന്നില്ല. ഒരു വർഗീയമായിട്ടോ തീവ്രമായിട്ടോ ജാതിപരമായിട്ടോ മറ്റ് സമുദായങ്ങളെതിരായിട്ടോ രാജ്യത്തെതിരായിട്ടോ ഒന്നും മരണം വരെ ചെയ്യില്ല. പക്ഷേ ഈ സമുദായത്തെ ബുദ്ധിപൂർവ്വം തന്ത്രപൂർവ്വം തകർത്തുകൊണ്ടിരിക്കുന്നു. അപ്പം ഞങ്ങളിത് മനസ്സിലാക്കി ഞങ്ങൾ ഇടപെടണ്ടേ, അവരോട് പറഞ്ഞ് മനസ്സിലാക്കണ്ടേ? അതുകൊണ്ട് മാത്രമാണ് മുസ്ലിം സമുദായത്തിൻ്റെ വിഷയം ഈ സംഭാഷണം വരുന്നത്. അല്ലെ ഞങ്ങൾ മുസ്ലിങ്ങളോ ക്രിസ്ത്യാനിക്കോ ഹിന്ദുവിനോ വാദിക്കുന്ന പാർട്ടിയല്ല. ഞങ്ങൾ വോയിസ് ഓഫ് ജസ്റ്റിസ്, നീതിയുടെ ശബ്ദമാണ്. പക്ഷെ ഇപ്പോൾ ഞങ്ങൾ സംഭാഷണത്തിൽ മുസ്ലിം എന്ന് വരാൻ കാരണം ഇവർ വർഷങ്ങളായിട്ട് കഴിഞ്ഞ കാലങ്ങളിൽ കോൺഗ്രസ് അവരെ ഇങ്ങനെ പറ്റിച്ച് വന്നു. ഇപ്പോൾ BJP പറയണ അവർ പറയുന്നുണ്ട് മുസ്ലിം വിരോധം പറഞ്ഞ പറ്റില്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിലും അവരെ ഉൾക്കൊള്ളുന്നില്ല. അപ്പം നമ്മൾ വിളിച്ച് പറയേണ്ട സത്യം എന്താണെന്നുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ കുറ്റവാളി, അടുത്ത തലമുറ നമ്മൾ കുറ്റവാളിയാവില്ല. അടുത്ത ബുദ്ധിയുള്ള തലമുറ വരുമ്പോൾ ചോദിക്കില്ലേ, എന്താണോ മൊയ്തീൻ ഷാ നിങ്ങൾക്ക് ജീവിച്ചതല്ലോ. ഇപ്പോൾ ഞാൻ ഒരു 1-2 കാര്യങ്ങൾ പറയല്ലോ. നമ്മുടെ തലസ്ഥാനം കൽക്കട്ടയിൽ നിന്ന് വീട് ഡൽഹിയിലേക്ക് മാറ്റിയപ്പോൾ അന്നത്തെ ആ നേതാക്കൾ പോയത് ചമ്പൽ താഴ്വര വഴിയാണ്. ചമ്പൽ താഴ്വര നമ്മൾ പഠിക്കില്ല, ചമ്പൽ കാടുകൾ എന്നാണ്. അവിടെ കാടൊന്നുമില്ല, ഒരു 3 അടി പൊക്കമുള്ള മൺകൂനകളുള്ളൂ. അതൊരു ബുൾഡോസർ ഒന്ന് നിരപ്പായി കഴിഞ്ഞാൽ ടൊപ്പിയൊക്കെ കപ്പ കൃഷി നടത്തിയാൽ നമുക്ക് ആവശ്യം മുഴുവൻ പ്രോട്ടീൻ കിട്ടും. ഒരു പകുതി 50% കയറ്റി ചെയ്യാം. ചെയ്തോ? ഇപ്പോൾ ഇപ്പോഴും ലക്ഷക്കണക്കിന് ഏക്കർ പോയി വിജയം കിടക്കാണ്. ഇത് ഡൽഹിയിൽ സമരം ചെയ്യാണ്. ഞാൻ പറയുന്നത് കാണാപ്പാടോ, നിങ്ങൾ കുറ്റമല്ലേ. ഡൽഹിയിൽ ഇന്ന് യുവാക്കളും യുവതികളും ലക്ഷക്കണക്കിന് തെരുവിലെറിയാക്കാണ്. ശ്വസിക്കാൻ പറ്റത്തില്ല. വായുവിൽ ഏറ്റവും മോശം സംസ്ഥാനമാണ് ഈ ലോകത്ത്, രാജ്യമായി ഇന്ത്യ. നമുക്ക് അത് അഭിമാനമൊന്നുമില്ല, നമുക്ക് സങ്കടമാണത്. ആയിക്കഴിഞ്ഞ് പല കാരണങ്ങളുണ്ട് വായു മലിനീകരണമായി. വായു മലിനീകരണം കൊണ്ട് ഒരു കൊല്ലം 15 ലക്ഷം പേര് മരിക്കുന്നുണ്ട്. ശ്വാസകോശ സംബന്ധമായ അസുഖം കൊണ്ട് 15 ലക്ഷം പേര്. ക്യാൻസർ കഴിഞ്ഞാൽ അടുത്ത് വായു മലിനീകരണം ഉണ്ടാകുന്ന രോഗങ്ങളാണ്. വായുകൂടത്തിൽ വെള്ളം വരും, മറ്റു വരും. അപ്പം അങ്ങനെ ഒരു ഡൽഹിയിൽ ശ്വാസം മുട്ടാണ്. അത് വരാതിരിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ തലസ്ഥാനം ഒന്ന് മാറ്റുമോ അല്ലെങ്കിൽ അനക്സ് മാറ്റം പറയാൻ കാരണം. അത് രാജ്യ തന്നെ ഉദ്ദേശിച്ചുണ്ടാകും, ട്രിവാൻഡ്രത്തിന് ഉദ്ദേശിച്ചുണ്ടാകും. അന്ന് തോന്നിയ പാർട്ടി ഈ ചമ്പൽ താഴ്വരയിലാണ് പരിപാടി തുടങ്ങിയെങ്കിൽ കഴിഞ്ഞ 100 വർഷം കൊണ്ട് ചമ്പൽ താഴ്വരയുള്ള പ്രദേശം ലോകത്ത് ന്യൂയോർക്കാണ് ഏറ്റവും വലിയ സിറ്റി എന്നുണ്ട്. അതിനേക്കാൾ വലിയ സിറ്റി ആകുമായിരുന്നു, പക്ഷെ ചെയ്തില്ല. ഇപ്പോൾ ശ്വാസം മുട്ടാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്, അല്ല നമുക്ക് പ്രത്യേകിച്ച് യാതൊരു സ്നേഹവും കുറവില്ല. അച്ഛനാണെങ്കിൽ പോലും വാപ്പായാണെങ്കിൽ പോലും ന്യായമല്ല പറഞ്ഞ് നമ്മളതിനെ അച്ഛനെ സ്നേഹപൂർവ്വം എതിർക്കും. അന്യരാണെങ്കിൽ ശക്തിയായിട്ട് എതിർക്കും. അച്ഛനെ കുറിച്ച് അച്ഛന് പകരം ആളും കിട്ടില്ല. ഉണ്ട്, എൻ്റെ ഫാദർ ഇല്ല, മരിച്ചു പോയില്ലോ. അപ്പോൾ അത്രയുള്ള അല്ല, നമുക്ക് പ്രത്യേക താല്പര്യം ആരോടില്ല. അതുകൊണ്ടാണ് ദൈവം നിങ്ങൾ ക്ഷമിക്കണം. ഞാൻ വർഗീയവാദികൾ തീവ്രവാദിയൊന്നും ആകാറില്ല, രാജ്യദ്രോഹി ആകാൻ പറ്റില്ല, അങ്ങനെ ആകാൻ പറ്റില്ല. മരണം വരെയും രാജ്യത്തെ സ്നേഹിച്ച് ജനങ്ങളെ സ്നേഹിച്ച് നിൽക്കുന്ന ഒരാളായിട്ടാണ് മരിക്കാൻ ആഗ്രഹിക്കുന്നത്, അല്ല ഒരു കുറ്റവാളിയായിട്ട് മരിക്കാൻ ആഗ്രഹിക്കുക. പക്ഷേ ഈ സമുദായത്തെ ഏതാണ്ട് ഇന്ത്യയിലെ ഏറ്റവും വലിയ സമുദായമാണ് 20%, പിന്നെ അത്രയുള്ള ദളിതാണ്. ഈ സമുദായത്തെ എല്ലാ നിലക്കും ഏതെങ്കിലും നിലയിൽ ഉയർത്താൻ പറ്റുന്നുണ്ടോ? ഒരു ബുദ്ധിയുള്ള ബിസിനസ് വന്നാൽ
അത് തകർത്തളയല്ലേ. ഇപ്പം സിംഗൂർ നമ്മുടെ എയർലൈൻസ് അതുണ്ട്, അത് വർക്കലക്കാരൻ തക്കിയുദ്ദീൻ വഹാബ്, അദ്ദേഹമാണ് എയർലൈൻസ് ആദ്യം ഇന്ത്യയിൽ തുടങ്ങി, സ്വകാര്യ എയർലൈൻസ്. അത് തകർത്ത് കളഞ്ഞില്ലേ. അങ്ങനെ ഓരോരുത്തർ, ഞാൻ പേര് എടുത്തോല്ല. അപ്പോൾ അത് ബുദ്ധിയുള്ളവർ, അല്ലാത്ത ജീവിക്കാൻ ഒതുക്കല രാഷ്ട്രീയ പാർട്ടികൾ പോലും. അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ കോൺഗ്രസ് ഒരു കാര്യം മനസ്സിലാക്കണം, 20% വരുന്ന മുസ്ലിം സമുദായത്തെ ഒഴിവാക്കിക്കൊണ്ട് നിങ്ങൾക്കൊരു മുന്നേറ്റം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാൽ അതിനേക്കാൾ വലിയ മണ്ടത്തും വേറെയില്ല. അതായത് പറഞ്ഞാൽ അത്രയും നീചവും നികൃഷ്ടവും നിഷ്ഠൂരവും നിഷ്കരണവുമായ പ്രവൃത്തി ലോകത്ത് ഉണ്ടാകില്ല. ഇപ്പോൾ കാണിക്കുന്നതാണ് രാഹുൽ ഗാന്ധി പ്രത്യേകിച്ച്. അറിയില്ല, അതുകൊണ്ട് അദ്ദേഹത്തിന് പ്രത്യേകം മുസ്ലിം വിരോധമൊന്നുമില്ല, അറിയില്ല എന്താണ് രാഷ്ട്രീയം, എങ്ങനെയാണ് നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നത് അറിയില്ല. പക്ഷെ അമിത്ഷാക്കും മോഡിജിക്കും അവർ തീയിൽ ജനിച്ച വെയിലത്ത് പാടില്ല. രാഹുൽ ഗാന്ധിക്ക് ജനിച്ച് തീയിലൊന്നുമല്ല, എ സിയിൽ ജനിച്ച് എ സിയിൽ ഇപ്പോൾ നടക്കുന്നു. കഷ്ടപ്പെടറിഞ്ഞിട്ടില്ല. മറ്റൊരു ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെടറിഞ്ഞിട്ടുണ്ട്. അതാണ് വ്യത്യാസം. കാരണം ഞാൻ ചെയ്യട്ടെ, ഒരു കാര്യം ഞാൻ പറഞ്ഞു നിർത്താം. ഒരു മുഖ്യമന്ത്രിയുടെ ലിസ്റ്റ് 2 വർഷം കഴിഞ്ഞ് മാറണം എന്നൊരു എന്തെങ്കിലും വാക്ക് രാക്കണ്ടെങ്കിൽ ആ 2 വർഷം, അതിന് 1 മാസം മുമ്പേ അമിത്ഷാ വിളിച്ചു വയ്ക്കും, നാളെ ഞാൻ ഓഫീസിലേക്ക് പോകണോ? എടോ കുറ്റാണ്ട് കുറവട്ടെ, അത്രയും ഭയവും കഴിവുണ്ട് അമിത്ഷാക്ക്, അല്ല മോഡിജിക്ക്. ഇതെന്താണ് അങ്ങനെ പറഞ്ഞിട്ടില്ല? പറഞ്ഞാൽ തന്നെ ഞാൻ പോകില്ല എന്നൊക്കെയാണ് ഇപ്പോൾ കർണാടകയിലെ സ്ഥിതി. കാരണം എന്താ, അവിടെ ചെല്ലുമ്പോൾ ഇവരിവിടെ ഈ ആജ്ഞാശക്തി, ആജ്ഞാ പവർ ഇല്ല. ഇവിടെ അങ്ങനെയുള്ള നേതാവില്ല ഇന്ന് കോൺഗ്രസ് ഇന്ത്യയിൽ. കേരളത്തിലുണ്ടോ? എന്തൊക്കെ തെറ്റാകട്ടെ സകട്ടെ, പിണറായി സഖാവിന് മുമ്പിൽ ഒരു സഖാവും എന്ന് പറഞ്ഞ് പറയുമോ? ആ രീതിയിൽ വളർന്നു വന്നവർ തെറ്റാകട്ടെ ശരിയാകട്ടെ. അതുപോലെ ഒരു കോൺഗ്രസ് നേതാവ് കേരളത്തിലുണ്ടോ? ഡൽഹിയിലുണ്ടോ? ഇതൊക്കെയാണ്ടോ തോൽവിക്ക് കാരണം? അതാണ് ഇന്നത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നയിക്കുന്ന നേതാക്കൾ അപക്വമതികളും അൺഫിറ്റുമാണ്. ഒരാൾ പറയും, ഞാൻ എനിക്ക് ആകെ കഴിവുണ്ടെന്ന് പറയുന്ന ഒരാൾ ശിവകുമാറാണ്. ശിവകുമാർ ആലോചിച്ച് പഠിപ്പാൻ വന്നിട്ട് 10,000 കോടി സ്വത്തിന് വലിയ കോടീശ്വരാണ്, അതുകൊണ്ട് സംസാരിക്കാൻ പാടില്ല. പക്ഷേ ഇന്ത്യയിൽ പ്രത്യേക സാഹചര്യത്തിൽ അമിത്ഷായുടെ മോഡിയൊക്കെ ഒന്നെങ്കിലും നിൽക്കണമെങ്കിൽ അത്രയുള്ള അങ്ങനെയുള്ള ഗഡ്സുള്ള ആൾ വേണം. തെറ്റായിട്ട് ശരിയാകട്ടെ. രാഹുൽ ഗാന്ധി കണ്ടോ? പുള്ളി പാവം, നല്ല ഒരു ശുദ്ധഗതിക്കാരനല്ലേ. ശുദ്ധഗതി രാഷ്ട്രീയത്തെ പറ്റില്ലെന്ന് എന്താണെന്ന് ചോദിച്ചാൽ ചോദിക്കുമ്പോൾ കഴിവ് തന്നെയാണ്. മുറിപ്പത്ത് എന്ന് പറയുമ്പോൾ ഇതുണ്ട്. അത് രാഹുലില്ല. രാഹുൽ വീട്ട് പാവമാണ്, വളരെ ജെന്റിൽമാനാണ്, എക്സ്ട്രാ ഓർഡിനറി ജെന്റിൽമാനാണ്. ഒരു അക്കാതില്ല. പക്ഷെ അതുപോലെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അതുണ്ടായതെങ്കിൽ നമ്മൾക്ക് ഉണ്ട്. എന്തുകൊണ്ടാണ് മൊയ്തീൻ ഷാ 543 സീറ്റുള്ള പാർലമെന്റിലേക്ക് വയനാട്ടിൽ നിന്ന് മത്സരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ കാരണം എന്താണെന്ന് ഇപ്പോഴും രാഹുൽ മനസ്സിലാക്കിയില്ല, രാഹുൽ ആൾക്കാർക്ക് മനസ്സിലായില്ല. അതിനകത്ത് അവർക്ക് അൺഫിറ്റാന്നുള്ള, അത് 20% മുസ്ലിങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് ഒരു മുന്നേറ്റം എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അതും അവർക്ക് മനസ്സിലാകുന്നില്ല. അതുകൊണ്ട് അങ്ങനെ 100 കാരണങ്ങൾ കൊണ്ടാണ് ഞാൻ അൺഫിറ്റാകുന്നത്. അല്ല, എനിക്ക് രാഹുൽ ഗാന്ധി പ്രത്യേക എന്തൊരു സതീഷ് എന്ന വർഷമുള്ള ഒരു ഇതുമില്ല. സതീഷിന് അത് മനസ്സിലാക്കുന്നില്ല. അല്ലെങ്കിൽ 40% പ്രതിയായിട്ട് അൻവർ വന്നപ്പോൾ എങ്ങനെയും കൂടെ നിർത്തണ്ടേ? തെറ്റുണ്ടായിരിക്കും അൻവറൊക്കെ, തെറ്റുണ്ട്, സംശയമില്ല കാര്യത്തിൽ, ചെയ്തില്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് മറ്റ് ഇതര സമുദായങ്ങളെ ഞാനോ മൊയ്തീൻ ഷാ ഗ്രൂപ്പ് ഒരിക്കലും വർഗീയവാദിയോ തീവ്രവാദിയോ രാജ്യത്തോ ഒന്നും ആവൂല, ആകാൻ പറ്റില്ല. ജന്മതന്നെ രക്തത്തിൽ കലർന്നാണ് രാജ്യസ്നേഹം, അവിടെ ചെയ്യില്ല. പിന്നെ അവശത അനുഭവിക്കുന്ന ഈ വിഭാഗത്തിലൂടെ ആയിൽ ബാധിക്കണ്ടേ? ഒരൊറ്റ പോയിന്റ് കൂടി ഞാൻ പറഞ്ഞു നിർത്താം. എനിക്കിപ്പോൾ പാകിസ്ഥാനിലെ മരിച്ച ജിന്ന സാഹിബിനെ പോയിട്ടൊരു കാര്യമൊന്നുമില്ല. എൻ്റെ രാജ്യം മാതൃരാജ്യം ഇന്ത്യയാണ്. അവിടെ പാകിസ്ഥാനിൻ്റെ മാതൃരാജ്യമല്ല, അവർ പോയിട്ട് കാര്യം ഒരു കാര്യം പറഞ്ഞ അന്നത്തെ പത്രക്കാർ പറഞ്ഞാണ്, ഒരു ബ്രിട്ടീഷ് പത്രപ്രതിനിധി 2 മണിക്ക് കാണാൻ പോകുന്നു ജിന്ന അപ്പോൾ എന്തോ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പത്രപ്രതിനിധി ചോദിച്ചു, നിങ്ങളിന്ന് അവിടെ നെഹ്റു ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലോ, നെഹ്റു നിങ്ങളിന്ന് ഉണർന്നിരിക്കുക. അപ്പോൾ ജിന്ന പറഞ്ഞൊരു ഭാഷ എന്താണ് പറയുന്നത്, എനിക്ക് അനുഭവമൊന്നുമില്ല. നെഹ്റുവിൻ്റെ ആൾക്കാർ ഉണർന്നിരിക്കുക, അപ്പോൾ അവർ നെഹ്റുവിന് ഉറങ്ങാം. എൻ്റെ ആൾക്കാർ ഉണർന്നാണ്, അവർ ഉണർത്താണ്, അത് ഞാൻ ഉണർന്നിരിക്കുന്നത് എന്ന് പറഞ്ഞ പോലെ മുസ്ലിം സമുദായത്തെ ഉറങ്ങിയിരിക്കുകയാണ്. 3 തരക്കാരാണ് മുസ്ലിം സമുദായത്തിൽ. ഒന്ന്, ദാരിദ്ര്യം കൊണ്ട് നിരാശരാകരുത്, അവർക്കൊന്നും പ്രതികരിക്കാൻ പറ്റില്ല. ഒന്ന്, സമ്പത്ത് കൊള്ളുകൊണ്ട് പിന്നെ ഒരു അലസനായത്, അവർക്കും പ്രതികരിക്കാൻ പറ്റില്ല. മറ്റൊന്ന്,
സമ്പന്നാണോ അല്ല, എന്നാൽ ദരിദ്രനാണോ ദരിദ്രമല്ല. അങ്ങനെയുള്ള മൊയ്തീൻ ഷാബുലൊക്കെ ദരിദ്രനല്ല, പക്ഷെ സമ്പന്നമില്ല. അതാണ് ഞങ്ങളെപ്പോലെ കുറേ പേര് ഉള്ളുകൊണ്ടാണ് ഇത്രയെങ്കിലും ഈ ചിന്ത പോകുന്നത്. ആ ചിന്താശക്തി വച്ച് ഞങ്ങൾക്ക് മനസ്സിലായ കാര്യം, ദൈവാനുഗ്രഹത്തോട് നിങ്ങളുടെ സഹായം മനസ്സിലായ കാര്യം ഈ സമുദായത്തോട് പറയണം. സമുദായത്തെ കൂടി ചെയ്യണമെങ്കിൽ മറ്റിതര സമുദായങ്ങളോട് സപ്പോർട്ട് കൂടി അവരെ അറിയിക്കണം. ഈ പറഞ്ഞ കാര്യം മാത്രം ഞങ്ങൾ ചെയ്യുന്നത്. അവിടെ ദൈവം ഞങ്ങളോട് പ്രത്യേക താല്പര്യമോ വ്യക്തി താല്പര്യമോ പ്രതിഷേധമോ ബാൻഡോ കിട്ടോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഞങ്ങൾ നിങ്ങൾക്കൊന്നും തടസ്സമല്ല. ഇത്രയും കാര്യം പറഞ്ഞുകൊണ്ട് കോൺഗ്രസ് ഒന്നുകൂടി ശ്രദ്ധ മുന്നോട്ട് പോകണം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അതല്ലാതെ ഇപ്പോഴത്തെ കണ്ടിട്ട് ഈ തീരുമാനം എടുക്കാൻ പറ്റില്ല. അതിൽ ഏതെങ്കിലും ഒരു കക്ഷി ഇലക്ഷൻ ശേഷം തകർന്നു പോകും. അത് BJP ആണോ CPM ആണോ എന്നുള്ളത് അനുഭൂതി പറയാൻ പറ്റില്ല, ഇപ്പം പറയാൻ പറ്റില്ല. അത് അനുഭൂതി പറയാൻ പറ്റുള്ളൂ. പക്ഷേ അതിൽ CPMന് പിന്നെ ക്ഷീണം പറ്റാൻ സാധ്യത. കാരണം BJP അനുഭാവികളെ സംഘപരിവാർ ഒരു വോട്ട് പോലും പുറത്തു പോകില്ല. അതുകൊണ്ട് അവർക്കത് അതിനേതായ ക്ഷീണം വരാൻ സാധ്യത കുറവാണ്. പ്രത്യേക കേന്ദ്രമൊക്കെ അവരുടെ കയ്യിലാകുന്നുണ്ട്. അതിൽ അത് നമുക്ക് കണ്ടിരുന്ന് കാണാം എന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്താൻ. നിങ്ങൾക്ക് ഒരായി നന്ദി. ജയ് ഹിന്ദ്.